ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡ്രാഗൺ ബോൾ സീരീസിലെ വെജീറ്റയുടെ ടോപ്പ് 10 ട്രാൻസ്ഫോർമേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. വെജീറ്റയുടെ സൂപ്പർ സയൻ തൊട്ട് അൾട്രാ ഈഗോ വരെയുള്ള ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ ടോപ്പ് 10-ലുള്ളത് വെജീറ്റയുടെ ഗ്രേറ്റ് ടേപ്പ് ഫോം ആണ്. വെജീറ്റ മാത്രമല്ല, എല്ലാ സയൻസിനും ഈ ഒരു ഫോമിലേക്ക് മാറാൻ കഴിയും. ഒരു ഫുൾ മൂൺ അഥവാ പൂർണ്ണചന്ദ്രൻ വരുന്ന സമയത്താണ് സയൻസ് ഈ ഒരു ഫോമിലേക്ക് മാറുന്നത്. പണ്ടുള്ള സയൻസ് ഈ ഒരു ഫോം വെച്ച് മറ്റുള്ള പ്ലാനറ്റിൽ പോയി ആ ഒരു പ്ലാനറ്റിനെ ഡിഫീറ്റ് ചെയ്ത് സ്വന്തമാക്കുകയാണ് ചെയ്യാറ്. വെജീറ്റ ആദ്യമായി ഗോകുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രംപ് കാർഡായാണ് ഈ ഒരു ഫോം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനിടയിൽ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ആണ്. സീരീസിലെ ഒരു പവർഫുൾ ആയിട്ടുള്ള സയ്യൻ ഒരിക്കൽ പോലും ഈ ഒരു ഗ്രേറ്റ് ടേപ്പ് ഫോമിൽ മാറിയിട്ടില്ല. അത് ആരാണെന്ന് ഫസ്റ്റ് കമന്റ് ചെയ്യുന്ന ആളെ ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഇനി ഈ ഒരു വെജീറ്റ ഗ്രേറ്റ് ടേപ്പ് ഫോമിൽ മാറിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്രേറ്റ് ടേപ്പ് ഫോമിനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ ഗ്രേറ്റ് ടേപ്പിന്റെ ആ ഒരു വാല് കട്ട് ചെയ്യണം. ഇതും നമ്മൾ ആ ഒരു സീരീസിൽ കണ്ടതാണ്. ഓക്കെ, ഇനി 9th പ്ലേസിലുള്ളത് നമ്മുടെ സൂപ്പർ സയൻ ബ്ലൂ വെജീറ്റ. പലർക്കും സംശയം ഉണ്ടാകും എന്തുകൊണ്ടാണ് സൂപ്പർ സയൻ ബ്ലൂ 9th പ്ലേസിൽ വെച്ചതെന്ന്. കാരണം ഈ ഒരു സൂപ്പർ സയൻ ബ്ലൂ വെജീറ്റയ്ക്ക് അത്ര മാച്ച് ആവാത്ത ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് നമ്മുടെ സൂപ്പർ സയൻ ഗോഡ് ഇല്ലേ, അതിന്റെ കൂടെ ആ ഒരു സൂപ്പർ സയനും മിക്സ് ചെയ്താൽ എന്താണോ സംഭവിക്കുന്നത്, ഈ ഒരു ഫോമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സൂപ്പർ സയൻ ബ്ലൂ. വെജീറ്റ ഈ ഒരു സൂപ്പർ സയൻ ബ്ലൂവിൽ മാറിയിട്ട് പോലും പുള്ളിക്കാരന് വലുതായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സൂപ്പർ സയൻ ബ്ലൂ എന്ന ഫോം വന്നത് തന്നെ ആ ഒരു ഗോൾഡൻ ഫ്രീസയുടെ മൂവിയില്ലേ, ആ ഒരു മൂവിയിൽ ഗോൾഡൻ ഫ്രീസ ട്രാൻസ്ഫോം ആവുന്ന സമയത്ത് അതിനെ ഡിഫീറ്റ് ചെയ്യാൻ ഒരു ഫോം വേണ്ടേ എന്ന രീതിയിലാണ് സൂപ്പർ സയൻ ബ്ലൂവിനെ ഇവിടെ വെജീറ്റയ്ക്ക് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി 8th പ്ലേസിലുള്ളത് നമ്മുടെ സൂപ്പർ സയൻ 3. എപ്പോഴും നമ്മുടെ വെജീറ്റ ഫാൻസിനുള്ള ഒരു പരാതിയാണ് സൂപ്പർ സയൻ 3 ഇല്ലല്ലോ എന്ന്. എന്നാൽ അവസാനം കാനോണായി ഒഫീഷ്യലായി നമുക്ക് ഡ്രാഗൺ ബോൾ ഡൈമയിൽ വെജീറ്റ സൂപ്പർ സയൻ 3-ൽ മാറുന്നുണ്ട്. എന്നാൽ ഇത് ഗോകുവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറന്റ് ആയിട്ടാണ് ഈ ഒരു സൂപ്പർ സയൻ 3-യെ നമുക്ക് കാണിച്ചു തന്നത്. ആദ്യം ആ ഒരു കിഡ് വേർഷനിലുള്ള വെജീറ്റ സൂപ്പർ സയൻ 3-ൽ മാറിയപ്പോൾ വെജീറ്റയ്ക്ക് തീരെ മാച്ച് ആവാത്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചത്. പിന്നീട് അതിനുശേഷം വെജീറ്റ ആ ഒരു അഡൾട്ട് ഫോമിലേക്ക് മാറിയപ്പോൾ അതിലുള്ള സൂപ്പർ സയൻ 3-യും നമ്മുടെ ഗോകുവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ അങ്ങ് അത്ര പോരാ. അതായത് സൂപ്പർ സയൻ 3 കുറച്ച് സ്പൈക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഹെയറിന്റെ ലെങ്ത് ഒക്കെ ഗോകുവിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഗോകുവിന്റെ സൂപ്പർ സയൻ 3-യും വെജീറ്റയുടെ സൂപ്പർ സയൻ 3-യും ഞാനിവിടെ അടുത്തടുത്തായിട്ട് വെക്കാം, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വെജീറ്റ ഫാൻസിന് സൂപ്പർ സയൻ 3 വന്നു, അത് മതി. എന്നാൽ നമുക്കറിയാം ഈ ഒരു സൂപ്പർ സയൻ 3 എന്ന് പറയുന്നത് എനർജി അത്രയധികം ഡ്രെയിൻ ആക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഡൈമയിൽ ഈ ഒരു സൂപ്പർ സയൻ 3 കാണിച്ചു തന്നെങ്കിലും ഡ്രാഗൺ ബോൾ സൂപ്പറിൽ നമ്മുടെ ട്രങ്ക്സ് എന്തുകൊണ്ട് വെജീറ്റ സൂപ്പർ സയൻ 3-ലേക്ക് മാറിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ആ ട്രാൻസ്ഫോർമേഷന്റെ ആവശ്യമില്ല എന്ന രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി 7th പ്ലേസിലുള്ളത് നമ്മുടെ സൂപ്പർ സയൻ 4. വെജീറ്റയ്ക്ക് സൂട്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നാണ് ഈ ഒരു സൂപ്പർ സയൻ 4. ഡ്രാഗൺ ബോൾ GTയിലാണ് ആദ്യമായിട്ട് നമ്മുടെ വെജീറ്റ ഈ ഒരു സൂപ്പർ സയൻ 4-ലേക്ക് മാറുന്നത്. വെജീറ്റ ആദ്യമായിട്ട് സൂപ്പർ സയൻ 4-ൽ മാറുന്ന ആ ഒരു രംഗങ്ങളൊക്കെ കുറച്ച് കോമഡിയാണ്. കാരണം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ടൂൾ വെച്ചാണ് പുള്ളിക്കാരൻ ഈ ഒരു സൂപ്പർ സയൻ 4-ലേക്ക് മാറുന്നത്. എന്നാലും ഈ ഒരു സൂപ്പർ സയൻ 4 നല്ല രീതിയിൽ നമ്മുടെ വെജീറ്റയ്ക്ക് മാച്ച് ആകുന്നുണ്ട്. എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നം എന്താണെന്നാൽ ഇത് GTയിലാണ് ആദ്യമായിട്ട് കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോം വെജീറ്റ കാനോണായി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഡ്രാഗൺ ബോൾ ഡൈമയിൽ നമ്മുടെ ഗോകു സൂപ്പർ സയൻ 4 യൂസ് ചെയ്യുന്നുണ്ട്, വെജീറ്റയും യൂസ് ചെയ്യുമെന്ന് കരുതി. എന്നാൽ വെജീറ്റ യൂസ് ചെയ്യുന്നില്ല. ആക്ച്വലി ഈ ഒരു സൂപ്പർ സയൻ 4 സൂപ്പർ സയൻ ഗോഡിന് ഏകദേശം ഈക്വൽ ആയിട്ട് വരും. ഡ്രാഗൺ ബോൾ സൂപ്പറിൽ നമ്മുടെ വെജീറ്റ സൂപ്പർ സയൻ ബ്ലൂവിലേക്ക് മാറുന്നില്ലേ, അതിനു പകരം ഇവിടെ സൂപ്പർ സയൻ 4-ലേക്ക് മാറുന്ന രീതിയിൽ എങ്ങാനും കാണിച്ചു തന്നാൽ കുറച്ചുകൂടി അടിപൊളി ആയേനെ. എന്നാൽ ഇത് കാനോൺ അല്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. ഇനി 6th പ്ലേസിലുള്ളത് നമ്മുടെ ഒറിജിനൽ സൂപ്പർ സയൻ. എല്ലാ സയൻസിനും പെർഫെക്റ്റ് ആയിട്ട് സൂട്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സൂപ്പർ സയൻ. നോർമൽ ഒരു സയനിൽ നിന്നും ഈ ഒരു സൂപ്പർ സയനിലേക്ക് മാറുന്ന സമയത്ത് പെട്ടെന്നാണ് പവർ അത്രയധികം ഇൻക്രീസ് ആകുന്നത്. ഇവിടെ ആദ്യം നമ്മുടെ ഗോകു ആണ് സൂപ്പർ സയനിൽ ട്രാൻസ്ഫോം ആകുന്നത്, അതിനുശേഷം നമ്മുടെ വെജീറ്റയും. എന്നാൽ ഇവിടെ വെജീറ്റ ഒറ്റയ്ക്ക് ട്രെയിനിങ് ചെയ്ത് അത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സൂപ്പർ സയനിൽ മാറുന്നത്. ഇതിന് എക്സാമ്പിൾ നമ്മൾ ഗോകുവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗോകുവിന് ആ ഒരു സൂപ്പർ സയനിലേക്ക് മാറാൻ വേണ്ടി ക്രില്ലിന്റെ മരണം ഉണ്ടായിരുന്നു. ആ ഒരു ക്രില്ലിന്റെ മരണത്തിൽ ഈ
ഇമോഷണലായി അവർ ട്രിഗർ ചെയ്താണ് ഗോകു ആ ഒരു സൂപ്പർ സൈനിൽ മാറിയത്. എന്നാൽ ഇവിടെ വെജീറ്റ ആണെങ്കിൽ ട്രെയിനിങ് ചെയ്ത് തന്റെ ലിമിറ്റ് ബ്രേക്ക് ചെയ്താണ് പുള്ളിക്കാരൻ ഇവിടെ സൂപ്പർ സൈനിലേക്ക് മാറുന്നത്. കാരണം നമുക്കറിയാം എന്ത് പുള്ളിക്കാരൻ നേടിയെടുക്കുന്നുണ്ടെങ്കിലും ഒറ്റക്കായിരിക്കണം. അത് വെജീറ്റയുടെ ആ ഒരു പ്രൈഡും ഈഗോയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ ഈ ഒരു ട്രാൻസ്ഫോർമേഷന്റെ മറ്റു കാര്യങ്ങളൊന്നും ഞാനിവിടെ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ സീരീസിൽ കണ്ട തന്നെയാണ്. ഇനി 5th പ്ലേസിലുള്ളത് നമ്മുടെ സൂപ്പർ സൈൻ ഗോഡ്. ആനിമേഷനിൽ വളരെ കുറച്ച് മാത്രമേ ഈ ഒരു സൂപ്പർ സൈൻ ഗോഡ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. വെജീറ്റയ്ക്ക് നല്ല രീതിയിൽ മാച്ച് ആവുന്ന രീതിയിലാണ് ഈ ഒരു സൂപ്പർ സൈൻ ഗോഡും ഇവിടെ വെച്ചിട്ടുള്ളത്. ഡ്രാഗൺ ബോൾ സൂപ്പർ ബ്രോലി മൂവിയിലാണ് ആദ്യമായിട്ട് നമ്മുടെ വെജീറ്റ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ മാറുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ബ്രോലിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ടാണ് കാണിച്ചു തന്നത്. എന്നാൽ ഡ്രാഗൺ ബോൾ ബ്രോലി മൂവി വരുന്നതിന് മുൻപേ തന്നെ ഡ്രാഗൺ ബോൾ മാങ്കയിൽ, അതായത് ആ ഒരു ഗോകു ബ്ലാക്ക് ഒക്കെ വരുന്ന മാങ്കയില്ലേ, അതിൽ നമ്മുടെ വെജീറ്റ സൂപ്പർ സൈൻ ഗോഡ് ആകുന്നുണ്ട്. എന്നാൽ ഇത് ആനിമേഷനിൽ കാണിച്ചു തന്നിട്ടില്ല, മാങ്കയിലുണ്ട്. എന്നാൽ ഇവിടെ മാങ്കയിൽ അത്രയധികം പെർഫെക്റ്റ് ആയി കിടിലനായിട്ടാണ് ഈ ഒരു സൂപ്പർ സൈൻ ഗോഡ് വെജീറ്റ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വെജീറ്റ ഗോകു ബ്ലാക്കിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നോർമലായി മൂവ് ചെയ്യുന്ന സമയം നമ്മുടെ സൂപ്പർ സൈൻ ഗോഡിൽ മാറും. എന്നാൽ അറ്റാക്കും കിക്സും പഞ്ചൊക്കെ കൊടുക്കുന്ന സമയത്ത് സൂപ്പർ സൈൻ ബ്ലൂയിലേക്കും ട്രാൻസ്ഫോം ആയി അങ്ങനെ മാറി മാറി ആ ഒരു കീ എനർജി ബാലൻസ് ചെയ്താണ് പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഗോകു വെജീറ്റയെ കണ്ട് പറയുന്ന ഒരു സീനാണ്. വരാൻ പോകുന്ന ഡ്രാഗൺ ബോൾ സൂപ്പർ, അതായത് ആ ഒരു റീമേക്ക് വേർഷൻ ഇല്ലേ, അതിലൊരു പക്ഷേ ഈ സീനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. ഇനി 4th പ്ലേസിലുള്ളത് സൂപ്പർ സൈൻ 2 വെജീറ്റ. നമുക്ക് എല്ലാവർക്കും അറിയാം സൂപ്പർ സൈൻ 2 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഗോഹാൻ ആയിരിക്കും. എന്നാൽ രണ്ടാമത്തെ സൂപ്പർ സൈൻ 2 എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് നമ്മുടെ വെജീറ്റ തന്നെയാണ്. കാരണം മാജിൻ ബൂവിന്റെ കൂടെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെജീറ്റ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തത് ആ ഒരു സൂപ്പർ സൈൻ 2 ആണ്. എന്നാൽ ഇവിടെ ഈ ഒരു സൂപ്പർ സൈൻ 2-ൽ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഡ്രാഗൺ ബോൾ സൂപ്പർ എത്തിയ സമയത്ത് ആദ്യമായിട്ട് നമ്മുടെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള ബീറുസ് വരുന്നുണ്ട്. ബീറുസ് വന്ന സമയത്ത് ഗോകു സൂപ്പർ സൈൻ 3-ൽ മാറി ബീറുസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയം ബീറുസ് ഈസി ആയിട്ട് ഗോകുവിനെ അടിച്ചിടുന്നുണ്ട്. അതായത് സൂപ്പർ സൈൻ 3-ലുള്ള ഗോകുവിന് ബീറുസിനെ ഒന്ന് തൊടാൻ കൂടി കഴിഞ്ഞില്ല. എന്നാൽ ഇവിടെ നമ്മുടെ വെജീറ്റ ആണെങ്കിൽ ദാറ്റ്സ് മൈ ബുൾമ എന്ന് പറഞ്ഞ് സൂപ്പർ സൈൻ 2-ൽ പെട്ടെന്ന് മാറി നമ്മുടെ ബീറുസിനെ പഞ്ച് ചെയ്യുന്ന ഒരു സീൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൂപ്പർ സൈൻ 2 എന്ന് പറയുന്നത് അത്യാവശ്യം ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. ഇനി നമ്പർ 3-ലുള്ളത് വെജീറ്റയുടെ സൂപ്പർ സൈൻ ബ്ലൂ എവല്യൂഷൻ, അഥവാ ആ ഒരു സൂപ്പർ സൈൻ ബ്ലൂവിന്റെ ഒരു എവോൾഡ് വേർഷൻ. ഡ്രാഗൺ ബോൾ സൂപ്പർ ടൂർണമെന്റ് ഓഫ് പവറിന്റെ അവസാനം നമ്മുടെ ഗോകു അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ മാറുന്നത് പോലെ വെജീറ്റയ്ക്കും ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ കൊടുത്തിരുന്നു. അതാണ് ഈ ഒരു ബ്ലൂ എവല്യൂഷൻ. ഇത് നോർമലായി പറഞ്ഞാൽ ആ ഒരു സൂപ്പർ സൈൻ ബ്ലൂ തന്നെയാണ്. അത് കുറച്ചുകൂടി മാസ്റ്റേർഡ് ചെയ്ത് വെജീറ്റയുടെ തന്നെ രീതിയിൽ ഇത് എവോൾവ് ചെയ്തെടുത്ത ഒരു വേർഷനാണ് ബ്ലൂ എവല്യൂഷൻ. ഇത് വെച്ച് നമ്മുടെ ഡിസ്ട്രക്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്ന ടോപ്പോയെ വരെ വെജീറ്റയ്ക്ക് ഡിഫീറ്റ് ചെയ്യാൻ സാധിച്ചു. ഈ ഒരു പവർ നമ്മുടെ അൾട്രാ ഇൻസ്റ്റിക്റ്റിന്റെ അത്രയൊന്നും വരില്ലെങ്കിലും നമ്മുടെ ഗോകു യൂസ് ചെയ്യുന്ന കയോക്കിൻ ബ്ലൂ ഇല്ലേ, അത് വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്റർ ആണ് ഇത്. കാണാൻ ഒട്ടും രസമില്ലാത്ത രീതിയിലാണ് നമ്മുടെ സൂപ്പർ സൈൻ ബ്ലൂ കാണിച്ചതെങ്കിൽ ഇതിന്റെ എവോൾഡ് വേർഷൻ നല്ല രീതിയിലാണ് ഇവിടെ വെജീറ്റയ്ക്ക് സൂട്ട് ആകുന്ന രീതിയിൽ കാണിച്ചു തന്നത്. ഓക്കെ, ഇനി നമ്പർ 1-ലുള്ളത് അഫ്കോഴ്സ് നമ്മുടെ മാജിൻ വെജീറ്റ. ഇപ്പോൾ പലർക്കും ഒരു സംശയം വരും, എന്തുകൊണ്ട് മാജിൻ വെജീറ്റയെ 2nd പ്ലേസിൽ വെച്ചു? കാരണം കാണാൻ മാത്രം പ്രത്യേകിച്ച് ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഒന്നും തന്നെയില്ല. നോർമൽ സൂപ്പർ സൈൻ ഹെയർ, നെറ്റിയിൽ ആ ഒരു മാജിന്റെ ലോഗോ, അത്രയല്ലേ ഉള്ളൂ എന്ന് പലരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകും. എന്നാൽ സത്യാവസ്ഥ അതല്ല. ഇപ്പോൾ ഏതൊരു സെയ്യനും ഒരു ട്രാൻസ്ഫോർമേഷനിൽ മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് ലുക്ക് മാറും, ആ ഒരു കളർ അല്ലെങ്കിൽ ഓറ മാറും, പവർ അപ്പ് ആകും, അത്ര മാത്രമേ സംഭവിക്കുകയുള്ളൂ. എന്നാൽ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ ആ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവം മൊത്തത്തിൽ മാറിയാൽ എന്ത് സംഭവിക്കും? അതായത് ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് പെട്ടെന്ന് തന്നെ മാറിക്കളയും. വെജീറ്റ ഈ ഒരു മാജിൻ വെജീറ്റയിലേക്ക് മാറുന്ന സമയം സൂപ്പർ സൈൻ 2-ൽ നിന്ന് തന്നെ കുറച്ചുകൂടി പവർ ഇൻക്രീസ് ആകും. കൂടാതെ തന്റെ ക്യാരക്ടർ മുഴുവനായി മാറും. ആ ഒരു ഈവിൾ സൈഡിലേക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് മാറുന്നത്. ഈ ഒരു ഫോം വെച്ച് ആദ്യം ഗോകുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യും, പിന്നീട് മാജിൻ ബൂവിന്റെ കൂടെയും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വെജീറ്റയുടെ ഒരു ഓവർ പവർഡ് ആയിട്ടുള്ള വേർഷൻ അല്ലെങ്കിലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സൂട്ട് ആകുന്നതും അതുപോലെ ക്യാരക്ടർ ഡെവലപ്മെന്റിന് അത്രയധികം ഹെൽപ്പ് ചെയ്ത ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് മാജിൻ വെജീറ്റ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ 2nd പ്ലേസിൽ വെച്ചത്. ഇനിയിപ്പോൾ 1st പ്ലേസിലുള്ളത്, അതായത് ടോപ്പ് 1-ലുള്ളത് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, നമ്മുടെ അൾട്രാ ഈഗോ തന്നെ. മാങ്ക വായിക്കാത്തവർക്ക് സ്പോയിലർ അലേർട്ട്, പക്ഷെ ഒട്ടുമിക്ക എല്ലാവർക്കും ഈ ഒരു ഫോമിനെ കുറിച്ച് അറിയാമായിരിക്കും. അൾട്രാ ഈഗോ എന്ന് പറഞ്ഞ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ വെജീറ്റ എങ്ങനെയാണോ അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഗോഡ്സിന്റെ ഒരു ടെക്നിക്ക് വെജീറ്റ തന്റേതായ രീതിയിൽ ഒരു ട്രാൻസ്ഫോർമേഷനായി കൊണ്ടുവരുന്ന ഈ ഒരു ഫോമിനെയാണ് അൾട്രാ ഈഗോ എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീറുസ് ഈ ഒരു ഡിസ്ട്രക്ഷൻ ടെക്നിക്കിന്റെ ജസ്റ്റ് ഒരു 10% മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ. അതിൽ തന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഒരു ഫോം തന്നെ
ക്രിയേറ്റ് ചെയ്തു. എന്നാൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നാൽ പോലും ഇത് പുള്ളിക്കാരൻ ഫുള്ളി മാസ്റ്റേർഡ് ചെയ്തിട്ടില്ല. ഇത് ഫുൾ മാസ്റ്റേർഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിൻ്റെതായ കുറച്ച് പോരായ്മകളും മാഗയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന സമയത്ത് ഫുള്ളി ഇന്റർനെറ്റ് ബ്രേക്ക് ആയിരിക്കും, കൺഫേം ആണത്. വെജിറ്റ ഫാൻസ് അത്രയധികം വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് ഇത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷന്റെ പ്രത്യേകത എന്തെന്നാൽ വെജിറ്റ അടി വാങ്ങുന്നതിനനുസരിച്ച് പവർഫുൾ ആയിക്കൊണ്ടിരിക്കും. എന്നാൽ ഇതിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ ഓൾറെഡി പല വീഡിയോസിലും ഈ ഒരു അൾട്രാ ഈഗോയെ പറ്റി ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെജിറ്റ ഇത് ഫുള്ളി മാസ്റ്റേർഡ് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു അൾട്രാ ഈഗോയെ ഞാൻ ഫസ്റ്റ് പ്ലേസിൽ വെക്കാൻ കാരണം വെജിറ്റ ഒരു ട്രാൻസ്ഫോർമേഷനിൽ മാറുന്നത് കൂടാതെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിന് നല്ല രീതിയിൽ ഈ ഒരു ഫോം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഗോകുവിന് അൾട്രാ ഇൻസ്റ്റിക്ട് എന്നതുപോലെ ഗോകുവിന് ഈക്വൽ ആയിട്ട് ഈ ഒരു അൾട്രാ ഈഗോയിന് മാക്സിമം കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. എന്നാൽ നമുക്കൊരു 2030 ഈ ഒരു അൾട്രാ ഈഗോ ഒക്കെ കാണാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഡ്രാഗൺ ബോൾ സീരീസിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാലോ. ഓക്കെ, അപ്പോൾ വെജിറ്റയുടെ ഏത് ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അത് മറക്കാതെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള അടുത്ത വീഡിയോയുമായി പിന്നെ വരാം.